വെൽക്കം ടു ലെജൻസ്. നമ്മുടെ നെക്സ്റ്റ് ചുരിദാറിൻ്റെ വീഡിയോ ആണ് സ്റ്റാർട്ട്. നമുക്ക് സമ്മർ സ്പെഷ്യലായിട്ട് ചെയ്തെടുത്തേക്കുന്ന ഒരു ഐറ്റമാണ്. അതായത് നിങ്ങൾക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ അത് ഒരു ഇൻഡിഗോടെ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം സെയിം ഷെയ്ഡ്, അതിൻ്റെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോയിട്ട് അതിൻ്റെ അകത്ത് പ്രിൻറ്റ് ഏതാണോ ഇഷ്ടപ്പെട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കറക്റ്റായിട്ട് അയച്ചു തന്നാൽ മതി. ഫസ്റ്റ് പ്രിൻറ്റ് വരുന്ന ഇതാണ്. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മടക്കി വെച്ചേക്കുന്നതാണ്. നമുക്കല്ലാതെ ഇങ്ങനെ ഒരു ബോട്ടം കൂടെ കാണാൻ പാകത്തിന് അങ്ങനെ മടക്കിയ രീതിയിൽ തന്നെ ഞങ്ങൾ പിടിച്ചെന്നുള്ളതേ ഉള്ളൂ. ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ ഇതുപോലെ ഈ ഒരു പ്രിൻ്റാണ്. ഇതിൽ ഫുൾ ഇങ്ങനെ കാത്ത ലൈൻസിൻ്റെ ആ ഒരു ഡിസൈൻ മൊത്തത്തിൽ പോയിട്ടുണ്ട് ടോപ്പിൽ കേട്ടോ. നമുക്ക് ബോട്ടത്തിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കോട്ടൺ പോലത്തെ ഫാബ്രിക്കാണ്. സെപ്പറേറ്റ് വാഷ് ചെയ്യുക. ലൈനിങ് ഇട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ലൈനിങ് ഇല്ലാത്തവർക്ക്, അങ്ങനെ ഇല്ലാതെ തയ്ക്കേണ്ടവർക്ക് അങ്ങനെയും തയ്ക്കാം. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. കളേഴ്സ് എല്ലാം സെയിം ആണ്, പ്രിൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്പർ 952, റേറ്റും റീസണബിൾ കേട്ടോ. 980 രൂപയുള്ളൂ. 980. 5 ഡിസൈൻ എങ്ങാണ്ടുണ്ട്. എല്ലാം സെയിം കളർ, ഡിസൈൻസ് മാത്രം മാറുന്നു. എല്ലാത്തിൻ്റെയും ബോട്ടത്തിൻ്റെ പ്രിൻറ്റും ഒക്കെ നല്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം എടുത്താണെങ്കിലും ടോപ്പ് വയ്ക്കാം. കാരണം അത്യാവശ്യം വലിപ്പമുണ്ട്. രണ്ടും സെയിം വലിപ്പത്തിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഏതാണെങ്കിലും നിങ്ങൾക്ക് രണ്ടും എടുത്തിട്ട് വേണേൽ ടോപ്പ് തയ്ച്ചിട്ട് ബോട്ടം വൈറ്റ് കളർ ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പം 2 ഷെയ്ഡിലല്ല 2 ഡിസൈനിൽ കിട്ടുമല്ലോ. കാരണം ബോട്ടത്തിൻ്റെ പ്രിൻ്റ് എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ യോക്കാക്കി അങ്ങനെയൊക്കെ തയ്ക്കേണ്ടവർക്ക് അങ്ങനെയും തയ്ക്കാം. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. എല്ലാം പ്യോർ കോട്ടൺ ഫാബ്രിക്കാണ്. ഇപ്പോഴത്തെ ഒരു സീസൺ ടൈമിൽ ഇറക്കിയേക്കുന്ന ഐറ്റമാണ്. നമ്മുടെ നോർമൽ ഇൻഡിഗോ പോലെ അത്ര ഭയങ്കര ഡാർക്ക് അല്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. നമ്മൾ വാഷ് ചെയ്യുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കളർ കാർഡ് മുക്കിയാൽ മതി. അങ്ങനെ പ്രശ്നമൊന്നും കാണാൻ സാധ്യതയില്ല. ഡെയിലി യൂസിനായിട്ട് ഇറങ്ങുന്ന ഐറ്റമാണ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ബോട്ടത്തിൻ്റെ പ്രിൻ്റൊക്കെ ഭയങ്കര രസം കാണാം. ഇത് ടോപ്പ് ആക്കിയാൽ മതി കേട്ടോ. ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ് ഇട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു കട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടെ കട്ടിയായിട്ടൊക്കെ വേണ്ടവർക്ക് ലൈനിങ് ഇട്ട് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നമ്പർ 951, റേറ്റ് 980 ആണ്. മൂന്നാമത്തെ ഡിസൈൻ വരുന്നത്. ലെങ്ത് ഉണ്ട് കേട്ടോ. ഇത് ഇത്രയും ഭാഗം മടക്കി വെച്ചിരിക്കുന്നതാണ്. ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏതാണെങ്കിലും നിങ്ങൾക്ക് രണ്ടും വേണമെങ്കിൽ എടുത്തിട്ട് ടോപ്പ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ട കണ്ടല്ലോ അല്ലേ, ഇതുപോലെ വരും. നമ്പർ 950, റേറ്റ് സെയിം ആണ്. അടുത്ത ഡിസൈൻ വരുന്ന ഇതാട്ടോ. എല്ലാം നല്ല ഡിസൈനുകളാണ്. കാരണം 5 ഡിസൈൻ ഉണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാം നല്ലതാണ്. അപ്പോൾ ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ഒരു ലൈറ്റും ഡാർക്കും ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം ഇതിനകത്തൊരു വൈറ്റ് കളർ കഥാവാക്കിൻ്റെ ഡിസൈൻ ഈ ടോപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ സെയിം കളർ തന്നെയാണ് കേട്ടോ. പിന്നെ കോട്ടൺ പോലത്തെ ഐറ്റംസ് എന്നാണേലും ഇതെന്നല്ല ഏതെടുത്താലും, ഇവിടെ നിന്നല്ല ഏത് കടയിൽ നിന്ന് എടുത്താലും പെട്ടെന്ന് നമ്മൾ ആ ഒരു വാഷ് ചെയ്യുന്ന രീതിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് മുക്കരുത്. സെപ്പറേറ്റ് മാത്രമേ എല്ലാം വാഷ് ചെയ്യാവുള്ളൂ. കാരണം കോട്ടൺ അത്യാവശ്യം നമുക്ക് ആ ഒരു മെറ്റീരിയൽ സോഫ്റ്റ് ആണ്. പിന്നെ ആ ഒരു ഡൈയിങ്ങും ഒക്കെ ഇതിന് നല്ല എല്ലാത്തിനും ഡൈയിങ് പിടിക്കുന്ന ആ ഒരു മെറ്റീരിയൽ പിടിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എക്സസ് ഡൈ ചിലപ്പം കുറച്ചൊന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോട്ടൺ പോലത്തെ ഐറ്റംസ് എന്നാണെങ്കിലും, അതല്ലാതെ തന്നെ ആണെങ്കിലും ചുമ്മാ ആണെങ്കിലും ഫുള്ളായിട്ട് വാഷ് ചെയ്യരുത്. ഏത് മെറ്റീരിയൽ കിട്ടിയാലും സൈഡൊന്ന് വാഷ് ചെയ്ത് നോക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് മുക്കി എടുക്കുള്ളൂ. ഒരുപാട് നേരം മുക്കിയൊന്നും വെച്ചേക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയത്ത് ഇടാൻ ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും ടോപ്പിൻ്റെ മെറ്റീരിയൽ തയ്ക്കാൻ പറ്റും. ഫുൾ ലൈനിങ് ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. ലൈനിങ് ഇല്ലാതെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത് ഞാൻ പറഞ്ഞത്. മിക്കതും ഞാൻ ലൈനിങ് ഇട്ട് തയ്ക്കാനാണ് പറയാറ്. ഇത് വേണമെങ്കിൽ ടോപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ് ഇല്ലാതാണെങ്കിലും തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ. ബോട്ടം കണ്ടല്ലോ, ബോട്ടത്തിൻ്റെ പ്രിൻ്റ് എല്ലാം ഭയങ്കര രസം കിട്ടും. അതാണ് ഞാൻ എല്ലാത്തിൻ്റെ എടുത്തെടുത്ത് കാണിക്കുന്നത്. പിന്നെ നമ്പർ 953, റേറ്റ് 980. നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു പ്രിൻ്റ് വരുന്ന ഇതാണ്. പെട്ടെന്ന് അങ്ങനെ വലിയ വേരിയേഷൻ ഇല്ലല്ലോ. എല്ലാത്തിലും ചെറിയ ചെറിയ പ്രിൻറ്റ് ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ഇതാണ് ബോട്ടം വരുന്നത്. ഇത് ടോപ്പ്, ഇത് ദുപ്പട്ട. അപ്പോൾ ഇതും കാണാൻ നല്ല രസമുണ്ട്. ദുപ്പട്ടയൊക്കെ എല്ലാത്തിലും നല്ലതാണ് കേട്ടോ. ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ, പക്ഷേ എല്ലാം കാണാൻ നല്ലതാണ്. ഇതിൻ്റെ നമ്പർ 954, റേറ്റ് 980 ആണ്. 980.